നിങ്ങൾ ഈ കാണുന്നതാണ് സാപ്പ, നോർത്തേൺ വിയറ്റ്നാമിലെ മനോഹരമായ ഒരു കുഞ്ഞു ഗ്രാമം. സാപ്പയ്ക്ക് മറ്റൊരു വിളിപ്പേരും കൂടെയുണ്ട്, ടൗൺ ഇൻ ദ ക്ലൗഡ്സ്. പേര് പോലെ തന്നെ മേഘവും കോടയും നിറഞ്ഞ ഈ കുഞ്ഞു ഗ്രാമത്തിൽ എപ്പോഴും തണുത്തൊരന്തരീക്ഷമാണ്. വിയറ്റ്നാമിലെ ക്യാപിറ്റൽ സിറ്റിയായ ഹനോയിൽ നിന്നും 5 മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് ഈ മനോഹരമായ ഗ്രാമത്തിലെത്താം. വിയറ്റ്നാമിലെ ഏറ്റവും വലിയ മൗണ്ടൈനായ ഫാൻസിപ്പാനും ഇവിടെയാണ്. ഇറ്റ്സ് മീ ലാവണ്യ രാഹുൽ. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വിയറ്റ്നാം ട്രാവൽ സീരീസ്. ഞങ്ങൾ സാപ്പയിലേക്ക് ബസ്സിലാണ് പോയത്. ഹനോയ് എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ പിക്കപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ നാട്ടിലെ പോലെയല്ല, കുറച്ച് വെറൈറ്റി ഒരു ബസ്സാണ്. നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മുടെ ചെരുപ്പൊക്കെ ഊരി ഒരു കവറിലാക്കി അവർ തരും. അത് നമ്മൾ കയ്യിൽ കൊണ്ടുവേണം നടക്കാൻ. ബസ്സിൻ്റെ ഉള്ളിലും സൗകര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഈവൻ നമുക്ക് നമ്മുടെ സീറ്റിന് മസാജർ വരെ ഉണ്ടായിരുന്നു. നമുക്ക് മസാജ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്ക്രീന്, നമുക്ക് അത്യാവശ്യം ഫോൺ ചാർജ് ചെയ്യാനും ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാനും ഒക്കെ അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല സൗകര്യമുള്ളൊരു ബസ്സായിരുന്നു. പക്ഷെ ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് നീളം അങ്ങോട്ട് കറക്റ്റായില്ല. ബസ്സൊക്കെ അടിപൊളിയാണ്, പക്ഷെ നമുക്ക് നീളം അഡ്ജസ്റ്റ് ആവുന്നില്ല. നമ്മൾ അഡ്ജസ്റ്റ് ആവുമ്പോൾ നീളം അഡ്ജസ്റ്റ് ആയില്ല. രാവിലെ അവിടെ ഒഴിഞ്ഞു മുടങ്ങി ബസ്സിൽ എല്ലാ ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട്. മസാജിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ലഞ്ചിന് ഞങ്ങൾക്കൊരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഓൾറെഡി എയർപോർട്ടിൽ നിന്ന് കഴിച്ചത് കാരണം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും സ്നാക്സും ജ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിച്ചുള്ളൂ. ശരിക്കും ആർക്കും വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് നാട്ടിലൊന്നും കിട്ടാത്ത ടൈപ്പ് ഓഫ് കുറച്ച് സ്നാക്സും ഫ്രൂട്ട്സും ഒക്കെ കണ്ടപ്പോഴത്തേക്കും എന്നങ്ങനെ വാങ്ങി ട്രൈ ചെയ്യാലോ എന്ന് വിചാരിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ടൈം കിട്ടുന്ന പോലെ അല്ലെങ്കിൽ ബോറടിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു. വിയറ്റ്നാം സിറ്റി വിടുന്നത് വരെ കാഴ്ചകളൊക്കെ ഒരേപോലെ തന്നെയായിരുന്നു. പക്ഷേ സാപ്പയോട് അടുക്കും തോറും കാഴ്ചകളൊക്കെ മാറാൻ തുടങ്ങി. മൊത്തം പച്ചപ്പും മലനിരങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ കുറേ റൈസ് ഫീൽഡ്സ് ഒക്കെ നമ്മൾ കാണാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ സാപ്പ ടൗണിലെത്തി. ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടൽ ഇവിടെ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ്. അപ്പം ബസ് കമ്പനിക്കാർ തന്നെ ഞങ്ങൾ ചെറിയൊരു ട്രാവലറിൽ ഞങ്ങളെ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്തു. അപ്പം ഞങ്ങൾ ബുക്ക് ചെയ്തത് പിസ്താഷ്യോ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലാണ്. നല്ല അടിപൊളി ഹോട്ടലായിരുന്നു. ഞങ്ങൾ 2 നൈറ്റാണ് ഇവിടെ സ്റ്റേ ചെയ്തത്. ഈ ഹോട്ടലിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് നമുക്ക് ഷോപ്പിംഗ് സ്ട്രീറ്റും പിന്നെ ഇവിടുത്തെ ചർച്ചും ലേക്കും അങ്ങനത്തെ കുറച്ച് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ ഈ ഹോട്ടലിന് അടുത്ത് തന്നെയാണ് വരുന്നത്. ഓ പൊളി. അത് വിളിച്ചല്ലേ വെള്ളം അടിപൊളിയായിട്ട്. ആ ഉള്ളി കയറുമ്പോൾ തന്നെ എന്ത് മണം അല്ലേ. അപ്പം ഇവിടെ ഓ എന്തൊരു തണുപ്പ്. അതല്ല കേട്ടോ, നമ്മൾ അതാണ് പിസ്താഷ്യോ എന്ന് വിചാരിച്ചത്. പക്ഷെ അതല്ല. ഇവിടെ 6th ഫ്ലോറിലല്ലേ റിസപ്ഷൻ. 6th ഫ്ലോറിലെ റിസപ്ഷൻ. 1st ഫ്ലോറിൽ ഹീറ്റഡ് സ്വിമ്മിംഗ് പൂൾ, ഇൻഡോർ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. 12th ഫ്ലോറിൽ ഇൻഫിനിറ്റി പൂൾ ഉണ്ട്. അത് ഹീറ്റഡ് അല്ല. ഇവിടെ എഴുതിയിട്ടുണ്ട്. 12th ഫ്ലോറിൽ ഹീറ്റഡ് അല്ല, ഇൻഫിനിറ്റി പൂൾ ഉണ്ട്. പിന്നെന്താണ് 6th ഫ്ലോറിൽ ഇത്. 4th ഫ്ലോറിൽ കോൺഫറൻസ് സ്പാ. തേർഡ് ഫ്ലോറിൽ സ്പായ്ക്ക് നമുക്ക് 20% ഓഫിൻ്റെ കൂപ്പൺ തന്നിട്ടുണ്ട്. അതെല്ലായിടത്തും 10% 20% ഓഫ് തരും. അതെ, ഗോൾഡൻ ഇൻഫിനിറ്റി പൂൾ. പക്ഷെ അത് നമ്മൾ ബുക്ക് ചെയ്യണം അല്ലേ. ഇതേ 399 VND. ഇതിനാണെങ്കിൽ 599. അത് എത്രയാണ് 599 എന്ന് പറയുമ്പോൾ? 599 12th തന്നെയാണ്. നമുക്കാണെങ്കിൽ പാട്ടൊക്കെ പാടാം. ബാ ദൊഴിപ്പം. തണുക്കുന്നു. അയ്യോ
ഈ ഒരു വ്യൂ കാണാനായിരുന്നു ശരിക്കും ഞങ്ങൾ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. ഈ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ തന്നെയുള്ളൊരു റീസൺ ഈ ഇൻഫിനിറ്റി പൂളും ഈ വ്യൂ ആണ്. ഒത്തിരി പേര് ഈ ഇൻഫിനിറ്റി പൂളിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പൂൾ അടിപൊളിയല്ലേ? റിസ്ക് ഒന്നുമില്ല. സാപ്പയിലോട്ട് വരുന്ന വഴി ഫുള്ള് നമ്മൾ കണ്ടത് ഈ ബോൺസായുടെ ചെടികളാണ്. ഫുള്ള് ബോൺസായ ആയിരുന്നു. ഒരു പോർഷൻ എത്തിയപ്പോൾ ആ റോഡിൻ്റെ 2 സൈഡിലും ബോൺസായുടെ ഷോപ്സ്. അത് അവർ ബോൺസായി ഉണ്ടാക്കുന്ന, അതായത് ഇങ്ങനെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് അതിനകത്ത് വെക്കുമല്ലോ, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചെറി ബ്ലോസംസ്, കുറേ ഫ്ലവേഴ്സിൻ്റെ ഇതൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത്, അങ്ങനെ കുറേ എന്തൊക്കെയോ അവർ ഭയങ്കര രസമായിട്ട് ചെയ്തേക്കുക. പൂളിൻ്റെ അവിടെ ഞങ്ങൾ നിന്നപ്പോൾ ആരെന്ന് അറിയില്ല, ഇവിടുത്തെ ആരാണോന്നൊന്നും അറിയില്ല, 2 പെണ്ണുങ്ങളും കൂടി വന്നിട്ട് ഫോട്ടോ സെഷൻ. അത് ഈ തണുപ്പത്തെന്ന് വെച്ചാൽ ഇങ്ങനെ മരം കോച്ചുന്ന തണുപ്പൊന്നും അറിയില്ല, അങ്ങനത്തെ തണുപ്പ്. ആ തണുപ്പത്ത് ഇവിടെ ഇൻഫിനിറ്റി പൂളായി 12th ഫ്ലോർ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ വന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നത്. അവർ ഫുള്ളിങ്ങനെ സ്വിമ്മിങ് ഡ്രസ്സൊക്കെ ഇട്ട്, പിന്നെ മറ്റേ അതിനെന്താ പറയുക, ബാത്റോബൊക്കെ ഇട്ട് നല്ല അടിപൊളി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നല്ല തണുപ്പ്. ഇനി ജസ്റ്റ് ഒന്ന് പോപ്കോൺ. ഇന്നിപ്പോൾ രാഹുലിൻ്റെ ബർത്ത്ഡേ പോയി. എവിടെയുണ്ട് ബർത്ത്ഡേ പോയി? ഇന്ന് കട്ട് ചെയ്യുന്നില്ല കേക്ക്. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കേക്കിൻ്റെ ഷോപ്പ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ബേക്കറി എന്തോ ഉണ്ടെന്ന് വീണ ചോദിച്ചപ്പോൾ ബേക്കറി എന്തോ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ കേക്ക് മേടിക്കാനും ഡിന്നറൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചൊന്ന് പുറത്തിറങ്ങിയപ്പോൾ റോഡിൻ്റെ 2 സൈഡിലും ഇതുപോലത്തെ കുറേ സ്ട്രീറ്റ് വെൻഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതും കൂടുതലും ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു അവർ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. നല്ല നല്ല ടോയ്സും ബാഗ്സും അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. How much? 100. അയ്യോടാ, കൊള്ളാലോ. അത് കൊള്ളാതെ ഞാൻ ഇന്നലെ സെയിം 100. ഒന്ന് ഓപ്പൺ ചെയ്തരാ. വിഷ്ണു കടന്നു ഫ്രണ്ടിലോട്ട്. അയ്യോ, പൈസ വിഷ്ണു എടുത്തല്ലേ? ഒറ്റ വേളല്ലേ? അതൊരെണ്ണം എനിക്ക് താല്പര്യമുണ്ട്. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടക്കുമ്പോൾ തന്നെ നമ്മളിവിടുത്തെ മെയിൻ സ്ട്രീറ്റിലെത്തും. ഇവിടെ നമ്മൾ വെറുതെ ഇങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സും ഷോപ്സും ഒക്കെ ഇങ്ങനെ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് ഭയങ്കര രസമാണ് ഇത് കാണാൻ. അതേ ചെടികൾ നോക്ക്. ഇത് ആർട്ടിഫിഷ്യലാന്ന് തോന്നുന്നല്ലേ? അല്ല, ഒറിജിനൽ. അമ്മേ, ഇങ്ങനത്തെ ബോൺസായാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നവര്. ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്ന ഫുള്ള്. വലിയ മരത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത്. ഇത് ആ റോഡിൻ്റെ 2 സൈഡിലും ഇങ്ങനത്തെ ഷോപ്സ് ആയിരുന്നു. പിന്നെ ആ ചെടിയും കണ്ട് ഇപ്പോഴാണ് ഞാൻ ഓർക്കണേ, ആ ചെടി നിറയെ ഉണ്ടായിരുന്നു. ഇതൊക്കെ റെസ്റ്റോറൻറ്റ്സ് അല്ലേ? ശരിക്കും ഒരു നൈറ്റ് വ്യൂ ഒക്കെ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട്. ഇത് ന്യൂ ഇയറിൻ്റെ ആട്ടോ. അതെ, റോഡൊക്കെ നോക്ക്, എന്ത് ക്ലീൻ അല്ലേ? ഇതൊക്കെ ഒറിജിനലാന്ന് തോന്നുന്നു. ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. അല്ല, ഒറിജിനലാ. അല്ല, അതിന്റെ ഇടയ്ക്ക് ഡുങ്കനും കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇതാന്ന് തോന്നുന്നു. നമ്മുടെ പോമഗ്രനേറ്റ് ഒക്കെ ഇതൊക്കെ ഒറിജിനലാ. വാടിക്കുഴഞ്ഞിരിക്കുന്നു.
ഷാപ്പിൽ വെറുതെ ചുമ്മാ ഇറങ്ങിയ വഴിക്ക്. സാപ്പ ന്യൂ ഇയർ കാണാൻ പറ്റിയില്ലേ? അതെ, ഇത് സിറ്റി റൈഡിന്റെ തന്നെ ഇതാണ് അപ്പൊ ന്യൂ ഇയർ, ചർച്ച്, ചർച്ച് നല്ല സാധനം. ചർച്ച് ആക്ച്വലി നമ്മുടെ ലിസ്റ്റിലുള്ളതാണോ? ഇല്ലല്ല, ലിസ്റ്റിലുള്ളതല്ല, സ്റ്റെപ്പാണ്. തണുക്കുന്നുണ്ടല്ലേ, കൈയൊക്കെ മരവിച്ചിട്ടുണ്ട്. സൺവേൾഡിന്റെ ഹോട്ടലാണ് അവരുടെ അടിപൊളി ഹോട്ടലല്ലേ, സൺ പ്ലാസ എന്ന് പറഞ്ഞിട്ട്. ഓ, ഇതാണ് നമ്മൾ കാണുന്നത് അവിടെ നിന്ന്. ഓ, ഇതാണ് ഇതിന്റെ ഒരു സൈഡ് മാത്രമേ കാണൂ. ഇതൊരു ഹോട്ടൽ മാത്രമല്ല, ഒരു ട്രെയിൻ സ്റ്റേഷനും കൂടിയാണ്. അതായത് ഫാൻസിപ്പാൻ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് വേണം ടിക്കറ്റ് എടുത്ത് ട്രെയിൻ കയറി കേബിൾ കാർ സ്റ്റേഷനിലോട്ട് എത്തേണ്ടത്. അപ്പം ഞങ്ങൾ പോയ സമയത്ത് ഫാൻസിപ്പാൻ മെയിൻ്റനൻസിലായിരുന്നു, അപ്പം ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റിയില്ല. സ്ട്രീറ്റ് വെൻഡിങ് മാത്രമല്ല, ഇതുപോലത്തെ ഷോപ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു ഷോപ്പിലൊന്ന് കയറി നോക്കി ഈ പ്രൈസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇച്ചിരി കോസ്റ്റ്ലി സൈഡിലുള്ളൊരു ഷോപ്പായിരുന്നു, പക്ഷേ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇയറിങ്സ്, ബാംഗിൾസ്, പിന്നെ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു അവിടുത്തെ കൂടുതൽ അട്രാക്ഷൻസ് എന്ന് പറയാൻ. പിന്നെ ഇതുപോലത്തെ വിയറ്റ്നാമീസ് ഡോളൊക്കെ ഉണ്ടായിരുന്നു. ഈ വിയറ്റ്നാമീസ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഡോൾസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുട്ടികളെയൊക്കെ കാണാൻ പറ്റും. അവരും ഈ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടാണ് നടക്കുന്നത്. അവരുടെ പുറകെയും പിന്നെ ഒരു കുഞ്ഞു ബേബി ഉണ്ടാവും. അങ്ങനെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇവിടുത്തെ ഇൻറ്റീരിയറൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു. ഇവിടുത്തെ തന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് ഇൻറ്റീരിയറൊക്കെ ചെയ്തേക്കുന്നത്. അത് ഈവൻ ഞങ്ങളുടെ ഹോട്ടൽ റൂമിലായാലും അങ്ങനത്തെ കുറച്ച് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടാണ് ഡെക്കറേഷൻ ചെയ്തേക്കുന്നത്. അപ്പം ഞങ്ങൾ ഇതുവരെ കഴിച്ച വിയറ്റ്നാമീസ് ഫുഡിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ച ഫുഡാണ്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യലാണല്ലോ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കേക്ക് മേടിക്കാനായിട്ട് വന്നു. അപ്പോൾ ഇന്ന് രാഹുലിൻ്റെ ബർത്ത്ഡേ മാത്രമല്ല, വീണയുടെയും വിഷ്ണുവിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടെയാണ്. അപ്പോൾ 2 കേക്ക് മേടിക്കണം. അപ്പോൾ ഞങ്ങൾ ഹെവി ആയിട്ട് കേക്ക് മേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു കുഞ്ഞ് പേസ്ട്രിയാണ് മേടിച്ചത്. 2 പേസ്ട്രി ആയിട്ട് മേടിച്ചു. ഈവൻ ആ പേസ്ട്രി ഷോപ്പിൽ ഇൻറ്റീരിയേഴ്സും ഭയങ്കര രസമായിരുന്നു. ഈ റെഡ് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഭയങ്കര രസമായിരുന്നു കാണാനും. നോക്കുന്നുണ്ട്, പക്ഷെ കാണാത്തയോ. തിരിച്ച് കയറ്റമായതുകൊണ്ട് നൈസായിട്ട് ഒരു ഇതെന്താ ഇലക്ട്രിക് വണ്ടി അല്ലേ, ബഗ്ഗി വണ്ടി പോലത്തെ വണ്ടി പിടിച്ചിട്ട് വന്നു. പക്ഷെ കയറി കഴിഞ്ഞപ്പോഴേക്കാണ് തണുപ്പ്, മറ്റേ ഓട് കാറ്റടിച്ചിട്ട് തണുക്കുന്നത്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലേ നമുക്ക് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ തിരിച്ച് ഹോട്ടലിലെത്തി കേക്കൊക്കെ കട്ട് ചെയ്ത് അന്നത്തെ ദിവസം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ബാക്കി സാപ്പ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. താങ്ക് യു ഫോർ വാച്ചിങ്. It felt so good, it felt so right. You bring the sun on cloudy days, all the birds sing your praise. Do 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 do. It's your face, your laugh, the way you hear music and the way you dance, but it's your soul that sings to me. I'm here to hold your heart. It's the sweetest gift that I will not drop, and I promise to always stay true. Yeah, I love you so. I love you so.